നമസ്കാരം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 17 സീറ്റ് കോൺഗ്രസിന് നൽകിയാണ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം യു.പിയിൽ യാഥാർത്ഥ്യമായത്. യു.പിയിലൂടെ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കാളിയാകാൻ അഖിലേഷ് യാദവും അടുത്ത ദിവസം എത്തും. ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് യു.പിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമാജ്വാദി സഖ്യം ഒരുമിച്ച് മത്സരിക്കുന്നതിലൂടെ ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള കരുത്താണ് വീണ്ടെടുക്കാൻ യു.പിയിലൂടെ കഴിഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഉത്തർപ്രദേശിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിലൂടെ സമാജ്വാദി പാർട്ടിയും അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതോടുകൂടി ഉത്തർപ്രദേശും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടികളുടെയും സംസ്ഥാനത്തെ ജനകീയരായ നേതാക്കളെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. തങ്ങൾക്ക് ലഭിച്ച 17 സീറ്റിലും സംസ്ഥാനത്തെ ജനകീയരായ നേതാക്കളെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ അജയ് റായുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ അജയ് മാക്കൻ്റെയും നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ച പര്യവസാനിപ്പിച്ചു. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കൈമാറാൻ ഒരുങ്ങുകയാണ് യു.പിയിൽ കോൺഗ്രസ്. പ്രബുദ്ധരായ വോട്ടർമാർക്ക് മുന്നിൽ പ്രശസ്തരായ ജനകീയരായ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം വളരെ വ്യക്തമാകുകയാണ് യു.പിയിൽ.